നമസ്കാരം, ഞാൻ TRN പോത്തുംകുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മുടെ ലക്ഷ്മി എന്ന സഹോദരിയുടെ ചികിത്സാ സഹായം ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു മീറ്റിംഗ് കൂടേണ്ടി വന്നത്. തീർച്ചയായും നമുക്കറിയാം, നമുക്ക് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, അവരുടെ പഠനം പോലും മുടങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. ഈ നമ്മുടെ ലക്ഷ്മിയുടെ ചികിത്സയ്ക്കായി 25 ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായി നമ്മുടെ നാട്ടുകാർ സഹകരിക്കാറുണ്ട്. തൊട്ട് ആലവിശങ്കറിൻ്റെ വിഷയം തന്നെ നമുക്കറിയാം, 71 ലക്ഷം രൂപയോളം നമ്മൾ കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മാസം 60,000 രൂപയോളം മരുന്ന് കഴിക്കുന്നുണ്ട് ഈ ലക്ഷ്മി. അതുകൊണ്ട് തന്നെ ഈ 25 ലക്ഷം രൂപ നമുക്കെല്ലാവരും കൈകോർത്താൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് കാരണം നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ സജീവമായി ഇടപെടുന്ന നല്ലതായ നാട്ടുകാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. പോത്തുംകുടി പഞ്ചായത്തെ സംബന്ധിച്ച് ഏതോ 6ഓളം പേരെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ലക്ഷ്മിയെ നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ തുക കണ്ടെത്തി ആ കുഞ്ഞനിയത്തിയെ സഹായിക്കുകയും അതുമാത്രമല്ല ഈ 2 പഠിക്കുന്ന നല്ല മെഡിക്കലായി പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളെ അവരുടെ പഠിത്തത്തിന് വേണ്ടി അവരെ കൂടി സഹായിക്കേണ്ടതുണ്ട്. തീർച്ചയായും നമുക്ക് നമ്മുടെ ലക്ഷ്മിയെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് കൈകോർക്കാമെന്നാണ് എനിക്ക് അറിയിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് എൻ്റെ അമ്മയെ രക്ഷിക്കണം പ്ലീസ്. എൻ്റെ പേര് ലക്ഷ്മിയാണ്. എനിക്ക് SLE രോഗമാണ്. 7 വർഷമായിട്ട് ഞാൻ SLE കഴിയാണ്. വേദനയാണെങ്കിൽ ഒരു ദിവസം പോലും വേദനയില്ലാത്ത ദിവസമില്ല. എൻ്റെ കുഞ്ഞുങ്ങളാണ്, എനിക്ക് ജീവിക്കണമെന്ന് നല്ല ആഗ്രഹമാണ്. കുഞ്ഞുങ്ങൾക്ക് നേരെ ഒരു ആഹാരം കൊടുക്കാനോ ഒരു സ്കൂളിൽ നേരെ വിടാനോ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് ജീവിക്കണമെങ്കിൽ ഇനി 25 ലക്ഷം വേണം. ഞാൻ മരണക്കിടക്കയിലാണ്. എൻ്റെ ഭർത്താവിന് അമ്പലത്തിലെ ശാന്തിയാണ്. നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. മരുന്ന് കഴിച്ചിട്ട് 2 മാസം ആകുന്നുണ്ട്. അതിനാൽ വേദനയൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മക്കളോടൊപ്പം ഒന്ന് ജീവിക്കണമെന്ന് വളരെ ആഗ്രഹം. 25 ലക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ചികിത്സ നടത്താൻ കഴിയുള്ളൂ. എല്ലാവരും ഒന്ന് സഹായിക്കണം. എല്ലാവരും ഒന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവരോടും എന്നെ ഒന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എൻ്റെ അമ്മ അനുഭവം ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ അമ്മേനെ സഹായിക്കണം. കുട്ടികൾ എന്റെ മോനെ കയ്യിൽ തങ്ങാത്തോണ്ടാണ്